JSS ഗൗരിയമ്മയുടെ നേതൃത്വത്തിലുള്ള JSS അപ്പോൾ ഗൗരിയമ്മയുടെ അവസാന ഘട്ടത്തിൽ ഇടതുപക്ഷത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ പല നേതാക്കളും ഇപ്പോഴും UDFൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുന്നത്. ചില ആളുകൾക്ക് ഇടതുപക്ഷത്തോടാണ് ചായ്വ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ JSS ഏത് മുന്നണിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആർക്കും പറയാൻ പറ്റാത്തതാണ്. പക്ഷേ അതിനിടയിലാണ് അവരെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇന്നലെ ഒരു പൊട്ടിത്തെറി ഉണ്ടായതും പല നേതാക്കളെയും പുറത്താക്കിയതും. എന്താ അതിൻ്റെ വിശദാംശം എന്താ? ഈ JSSനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഗൗരിയമ്മ അന്ന് ഒരു കാലത്ത് കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരി ഭരിച്ചിടും എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ട് വന്നു. പക്ഷേ അന്ന് വളരെ പെട്ടെന്ന് CPM ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കാതെ ഒരു തീരുമാനം എടുത്തപ്പോൾ അതിൽ മനംനൊന്താണ് ഗൗരിയമ്മ ഇറങ്ങുകയും JSS എന്ന പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. അതൊരു വലിയ ഓളം കേരളത്തിൽ അന്നത്തെ കാലത്തുണ്ടാക്കി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ പാർട്ടിയുടെ CPM പ്രവർത്തകരെല്ലാം ഇതിലേക്ക് ചേരുകയുണ്ടായി. അപ്പോൾ ഒരു വലിയ ഒരു മുന്നേറ്റത്തിനാണെന്ന് ഗൗരിയമ്മ തുടക്കം കുറിച്ചത്. അപ്പോൾ ആ പാർട്ടിയായിരുന്നു JSS. പക്ഷേ പിന്നീട് JSSന് വേണ്ടത്ര ഒരു മുന്നേറ്റം ഉണ്ടാക്കാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ ഗൗരിയമ്മ തോൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിനകത്ത് പിന്നെ ഉണ്ടായിരുന്നത് ഈ രാജൻ ബാബു വിഭാഗമൊക്കെയാണ്. രാജൻ ബാബു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രൊഫസർ AV താമരാക്ഷനെ JSS പുറത്താക്കിയിരിക്കുന്നു. അപ്പോൾ കൊച്ചിയിൽ ചേർന്ന സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. ഇപ്പോൾ ഇവർക്ക് തന്നെ UDFിലാണോ LDFിലാണോ എന്നുള്ള കാര്യത്തിൽ തർക്കമാണ്. നമ്മളും ഈ വാർത്ത ചെയ്യുന്നതിന് മുമ്പ് പലരെയും വിളിച്ചപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല ഇവർ ഏതിലാണെന്നുള്ള കാര്യത്തിൽ. അല്ല, അതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ ഗൗരിയമ്മ എന്ന് പറയുന്ന ആൾ മരിച്ചതിന് ശേഷം ഇന്നലെ ഇവരുടെ ഈ സംസ്ഥാന കമ്മിറ്റിയിൽ ഇത്ര ആളെ പുറത്താക്കിയപ്പോഴാണ് JSS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് മാധ്യമപ്രവർത്തകർ പോലും അറിയുന്നത് അപ്പോഴാണ്. നമ്മൾ ഒരു കാലത്ത് മറ്റേ MV രാഘവൻ CMB രൂപീകരിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. ഭയങ്കരമായ മുന്നേറ്റവും കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം അത് രണ്ട് വിഭാഗമായി തിരിഞ്ഞു. ഒന്ന് അരവിന്ദാഷിൻ്റെ നേതൃത്വത്തിൽ CMB, പിന്നൊന്ന് CP ജോണിൻ്റെ നേതൃത്വത്തിൽ UDF. CP ജോൺ അന്ന് നിയമസഭയിൽ തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടു. പിന്നെ പ്ലാനിംഗ് ബോർഡ് ചെയർമാനൊക്കെ അദ്ദേഹത്തെ ആക്കുകയുണ്ടായി. പക്ഷേ അരവിന്ദാഷിൻ്റെ മരണത്തോടുകൂടി ആ ഒരു LDFിനൊപ്പം ഉണ്ടായിരുന്ന CMB ചിഹ്ന ഭിന്നമായി പോയി. പിന്നെ സുജിത്ത് വിജയൻപിള്ളയൊക്കെ ഇപ്പോൾ വിജയൻപിള്ള വരെ വന്നിരുന്നു. വിജയൻപിള്ളയ്ക്ക് ശേഷം മകൻ സുജിത്ത് വിജയൻപിള്ള CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് അത് CPM ലയിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ JSSും ഇത്തരത്തിൽ JSSനെ പിന്നെ ആർക്കും വലിയ താല്പര്യമില്ല. മറ്റേത് ഒരാൾ ജയിക്കും, ഒരു MLA കിട്ടും എന്നുള്ളതുണ്ടായിരുന്നു. അതോടൊപ്പം CMBയും ഈ പറഞ്ഞ പോലെ UDFന് ഒരു അവിഭാജ്യ ഘടകമാണ്. കാരണം CP ജോണിനെ പോലെ ഒരാൾ, അത്രയും പ്രഗത്ഭനായ ഒരാളുള്ളത് കൊണ്ട് അത് വലിയ വിജയ ഘടകമൊക്കെ ആകും. ഇപ്പോൾ ശശി തരൂരിൻ്റെ വിജയത്തിന് വേണ്ടിയൊക്കെ അദ്ദേഹം വളരെ വലിയ പ്രയത്നങ്ങൾ നടത്തുകയുണ്ടായി. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം നെന്മാറ സീറ്റിലാണ് തോന്നുന്നില്ലേ വളരെ തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. അന്നൊരു രസകരമായൊരു സംഭവമുണ്ട്. അന്ന് MV രാഘവൻ തോറ്റു. MV രാഘവൻ ഈ സമയത്ത് അൾഷിമേഴ്സ് പിടിച്ചൊരു സമയമായിരുന്നു. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ഓർമ്മ ഒക്കെ പോയി ആ ഒരു സമയമായിരുന്നു. അപ്പോൾ MV രാഘവൻ മത്സരിച്ചു, പരാജയപ്പെട്ടു. 15,000 വോട്ടുകൾക്ക് മറ്റോ പരാജയപ്പെട്ടു. അപ്പോൾ CP ജോൺ 150 വോട്ടിനെ കണ്ടാണ് പരാജയപ്പെടുന്നത്. അങ്ങനെ CP ജോൺ വളരെ വിഷമമുണ്ടായി. അന്ന് UDF വിജയിച്ച ഒരു സമയമാണ്, ഒരു മന്ത്രിയാവാനുള്ള അവസരമാണ് നഷ്ടമായത്. അപ്പോൾ CP ജോൺ MV രാഘവനെ വിളിച്ചിട്ട് പറഞ്ഞ്, സാറ് ഞാൻ തോറ്റുപോയി, വളരെ ചെറിയ വോട്ടുകൾക്കാണ് തോറ്റത്. അപ്പം അന്ന് MV രാഘവൻ ചോദിച്ചൊരു ചോദ്യം, നീ തോറ്റോ? ഞാൻ ജയിച്ചു കേട്ടോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ 15,000 വോട്ടിന് തോറ്റിരിക്കുകയാണ് MV രാഘവൻ. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നശിച്ചു. അത് പഴയ പത്രക്കാർ പറഞ്ഞുള്ള അറിവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് സംഭവവികാസങ്ങൾ ഈ പറഞ്ഞതുപോലെ CMBക്കുണ്ടായി. അതുപോലെ തന്നെയാണ് ഈ JSSൻ്റെ കാര്യം. JSS ഗൗരിയമ്മ അവസാന കാലഘട്ടത്തിൽ പിന്നെ CPM പതാക പുതപ്പിച്ച് മരിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അവർ അത്രയധികം CPMനെ സ്നേഹിച്ചിരുന്നു. അവരെ അത്രയും ദ്രോഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് പിന്നെ പോകേണ്ടി വന്നത്. അപ്പോൾ ഏതായാലും പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ പേരിൽ JSS സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ AV താമരാക്ഷനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതായി സംസ്ഥാന ജനറൽ സെക്രട്ടറി രാജൻ ബാബു അറിയിച്ചു. കൊച്ചിയിൽ കൂടിയ സംസ്ഥാന കമ്മിറ്റിയുടേതാണ് തീരുമാനം. അച്ചടക്ക നടപടിക്ക് വിധേയമായി സസ്പെൻഷനിലായിരുന്ന പാർട്ടി സെൻറ്റർ അംഗങ്ങളായ വിനോദ് വയനാട്, KP സുരേന്ദ്രൻ, കുട്ടനാട് സംസ്ഥാന സെക്രട്ടറിമാരായ ബാലരാമപുരം സുരേന്ദ്രൻ, മലയൻകീഴ് നന്ദകുമാർ എന്നിവരെ പുറത്താക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട്, വയനാട് ജില്ലാ കമ്മിറ്റികളെയും പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിക്കാണ് ഇപ്പോൾ ചുമതല നൽകിയിരിക്കുന്നത്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ പാർട്ടി ഭരണഘടന പ്രകാരം സസ്പെൻഷനിലായിരുന്ന 4 ഭാരവാഹികൾക്ക് ജനറൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ഈ നടപടിയെ താമരാക്ഷൻ്റെ അധ്യക്ഷതയിൽ കൂടിയ പാർട്ടിയുടെ പരമോന്നത സമിതിയായ പാർട്ടി സെൻറ്റർ അംഗീകരിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പാർട്ടി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് AN രാജൻ ബാബുവിനെ പുറത്താക്കിയതായി
കാണിച്ച് പ്രൊഫസർ എ.വി. താമരാക്ഷൻ പത്രക്കുറിപ്പ് പുറത്തിറക്കി. ഇതോടെയാണ് താമരാക്ഷൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത്. 93 അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ 65 പേർ യോഗത്തിൽ പങ്കെടുത്തെന്നും 9 പേർ ലീവ് പറഞ്ഞുവെന്നും ജനറൽ സെക്രട്ടറി അറിയിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കുക എന്നുള്ള ഒരു രീതിയാണ് ഇപ്പോൾ തുടർന്ന് വരുന്നത്. ഈ RSPയിൽ ഉള്ളതുപോലെ ഷിബു ബേബി ജോണും പ്രേമേന്ദ്രനും അസീസും മാത്രമായിരുന്നൊരു കാലഘട്ടത്തിൽ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യോഗം ചേരുമ്പോൾ ഇവർ 3 പേരെ അറിയിച്ചു, ഇവർ 3 പേര് യോഗത്തിൽ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞ് വാർത്ത വരുന്നത് പോലെയാണ് ഇപ്പോൾ ഈ JSS. ഇപ്പം എല്ലാവരും ഒന്ന് മറന്നിരുന്ന ഒരു സാധനമായിരുന്നു, ഇപ്പോൾ അത് ഓർമ്മയിൽ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വ്യക്തി കേന്ദ്രീകൃത പാർട്ടിയാകുമ്പോൾ അങ്ങനെയാണ്. ഈ പറഞ്ഞതുപോലെ MP രാഘവനെ കേന്ദ്രീകരിച്ച ഒരു CMPയും ഗൗരിയമ്മയെ കേന്ദ്രീകരിച്ച ഒരു JSS ഉണ്ടായി കഴിയുമ്പോൾ അവർ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് ആര് കൊണ്ടുപോകും എന്നുള്ളതാണ്. പിന്നെ ഇല്ല എല്ലാവരും നേതാക്കന്മാരാണ്. പിന്നെ വരുന്നവന്മാരെ വാളെടുത്തവൻ മുഴുവൻ വെളിച്ചപ്പാടാന്ന് പറഞ്ഞാൽ പിന്നെ വരുന്നവരെല്ലാവരും നേതാക്കന്മാരാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞതുപോലെ പരസ്പരം പുറത്താക്കി കളിക്കുക. ഇവരെ കൊണ്ടൊരു 10 വോട്ട് ഇവർക്ക് നേടാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധിക്കില്ല. ഗൗരി അമ്മയുടെയും MP രാഘവന്റെയും വ്യക്തിപ്രഭാവം കൊണ്ടാണ് ഒരു 10 വോട്ട് ആ രാഷ്ട്രീയ പാർട്ടിക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഗൗരി അമ്മ MP രാഘവനും തോറ്റുപോയിട്ടുണ്ട്. അവർക്ക് വോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 10 വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ വ്യക്തിപ്രഭാവം കൊണ്ട്, അവരുടെ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. അവർ പോയി കഴിയുമ്പം JSS എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എന്താണ് ചെയ്യുന്നത്, അതിൽ ആരാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ ഇപ്പം നമുക്ക് പോലും കൺഫ്യൂഷൻ ആയില്ല അവരെവിടെയാണെന്നുള്ളത്. കൃത്യമായിട്ട് വാർത്തകൾ ശ്രദ്ധിക്കുന്ന നമുക്ക് പോലും ഇവർ ഏത് മുന്നണിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഇതിലിപ്പോൾ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. അതാണ് 2 നേതാക്കളെ കേന്ദ്രീകരിച്ചൊരു പാർട്ടി ഉണ്ടാക്കുന്നു, അവർ പോയാൽ അത് തീർന്നു. അത് തന്നെയാണ് ഇപ്പം ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കി കളിക്കുക. ഇപ്പോൾ TM ജേക്കബിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, ജേക്കബ് വിഭാഗം. അതിനകത്ത് ഇപ്പോൾ അനൂപ് ജേക്കബ് ഉണ്ട്, ജോണി നെല്ലൂർ പോയി. അപ്പം അങ്ങനെ ഒരു ആരും അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പാർട്ടികൾ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ഫ്രാൻസിസ് ജോർജിൻ്റെ ഒരു പാർട്ടിയുണ്ട്. അത്തരത്തിൽ ഫ്രാൻസിസ് ജോർജും കേരള കോൺഗ്രസ്, ജനാധിപത്യ കേരള കോൺഗ്രസ് എന്നോ അങ്ങനെ എന്തോ ഒരു പേരിലൊരു പാർട്ടി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ എവിടെ മത്സരിക്കുകയും ചെയ്തല്ലോ. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പാർട്ടികൾ വെച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ പല ആളുകളും ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസ്സിൽ ഓക്കെ അവർ തോന്നിയ പോലെ നേതാക്കന്മാർക്ക് പാർട്ടി ഉണ്ടാക്കുന്ന ഒരു 10 അണികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കും, അവർ മുന്നണിയിലേക്ക് ഇതും ഒരു കക്ഷിയായിട്ട് അവരെ ഉൾപ്പെടുത്തണമെന്ന് ചോദിക്കും. ആ രീതികളുണ്ട്. ഇപ്പം അനൂപ് ജേക്കബിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ജേക്കബിന് ഒരു മകൻ അനൂപ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൻ ആ പാർട്ടിയെ കൊണ്ട് നടക്കുന്നുണ്ട്. കുറച്ച് ആളുകൾ മലയോര അതിനുവേണ്ടി അത്രയും പണിയെടുത്ത ജോണി നെല്ലൂരിനെ പോലുള്ളവർ ഔട്ടായി പോവുകയും ചെയ്തു. ഉണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു പിന്മുറ ആളില്ല. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പം JSS നമുക്കറിയാം, JSSന് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ ഒരു സീറ്റ് പോലും എവിടെയും കിട്ടൂല, CMPക്കും കിട്ടൂല. അവരൊക്കെ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുക എന്നല്ലാതെ അവരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ നിലനിന്ന് പോകണമെങ്കിൽ അവർക്ക് വേറെ വഴികളില്ലായിരുന്നു. ഈ MP രാഘവന്റെ കാലഘട്ടത്തിലും ഗൗരിയമ്മയുടെ കാലഘട്ടത്തിലും ഒക്കെ അവർ ചെയ്തതുപോലെ ചെയ്യാൻ പറ്റുന്ന നേതാക്കന്മാർ നിലവിലില്ല 2 രാഷ്ട്രീയ പാർട്ടികളിൽ. CMP പാടെ തീർന്നു, CPI മാത്രമേ ഉള്ളൂ. 2 വിഭാഗമായിട്ട് തന്നെ മാറി. ഇതും അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷത്തേക്ക് ഗൗരിയമ്മ പോകുമ്പോൾ കുറച്ച് പേര് മാത്രമേ പോയുള്ളൂ, ബാക്കിയുള്ളവർ ഇവിടെ തന്നെ നിന്നു. പക്ഷെ ഇവിടെ നിന്നു എന്ന് പറയുന്ന ആൾ ഏത് രീതിയിൽ ഇവർ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് യാതൊരു ധാരണയില്ല. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ JSSൽ കുറേ നേതാക്കന്മാരെ പുറത്താക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കി കളിക്കുക എന്നുള്ളതാണ്. ആ പാർട്ടിയെ കൊണ്ട് മുന്നണിക്കൊരു ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല.